ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളിപ്പോ ഫിദ മേഡത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് ഫിദ മേഡം കൂടി വേണ്ടതല്ലേ? പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഏട്ടത്തിയാ തീരുമാനം എടുക്കേണ്ടത്. അവളെ സ്വീകരിക്കാന്നൊരു വാക്കും പറഞ്ഞ് നമ്മൾ ഇവിടെ ഇറങ്ങാൻ പാടില്ല. അമ്മേ, മടിച്ചു നിന്ന ഒരു ജന്മത്തിനെ ഒരു ജന്മം മുഴുവൻ നമ്മൾ സഹിക്കേണ്ടി വരും. അത് ഓർത്താ മതി. എന്താ പത്മിനി? ഒന്നുമില്ല. എല്ലാവരും കൂടി ഒരിടത്തേക്ക് പോവാന്ന് തീരുമാനിച്ചപ്പോ ഉർവശിക്കും കൽപ്പനയ്ക്കും എന്തെങ്കിലും രഹസ്യങ്ങൾ കാണുമല്ലോ അല്ലേ? എടാ, പെൺകുട്ടിയെ കാണുമ്പോ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? വരിക വരിക, എല്ലാരും അകത്തേക്ക് വരിക. വരൂ. അതെ തിരുമേനി, കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ തുടങ്ങുകയാണ്. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മകന് അങ്ങയുടെ മകൾ രാധികയെ പെണ്ണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ പിന്നെ അത് നടക്കട്ടെ. യശോദേ, മോളെ വിളിക്കുക. മോളെ, അവിടെ വിളിക്കുന്നുണ്ട്. അമ്മേ, ഞാനിന്ന് ഫിദ മാഡത്തിനോട് ചടങ്ങിനെ പറ്റി പറഞ്ഞില്ല. അയ്യോ, മനസ്സിന് ഒരു വല്ലാത്ത വിഷമം. ഫിദ മാഡം കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. മോള് പറഞ്ഞു കാണുന്ന ഞാൻ കരുതിയത്. എന്താ മറന്നുപോയത്? അല്ല, അമ്മയുടെ സ്ഥാന. എന്നിട്ടും നമസ്തേ. ഇതാ മേഡം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇവരെന്താ ഇവിടെ? അതെങ്ങനെ ബുദ്ധിമുട്ടാവാനാ? സ്വന്തം കുടുംബത്തിലെ ഒരാളല്ലേ കയറി വന്നത്. പരമേശ്വരൻ സാറിന് ആളെ മനസ്സിലായില്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കണിമംഗലത്തിന്റെ ഇപ്പോഴത്തെ സമാധാനത്തിന് കാരണം ഫിദ മാഡമാണ്. കണ്ടെത്തിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ആരതി വർമ്മ. ദാ, എന്റെ മകൻ ഇങ്ങനെ എന്റെ കൂടെ ഇരിക്കുന്നതിന്റെ കാരണം അവരാണ്. അതെന്റെ ചുമതലയാ. രാധിക എന്റെ മോളെ പോലെ തന്നെയല്ലേ? അവൾക്ക് വേണ്ടത് ഞാൻ ചെയ്യേണ്ടത് തന്നെയാ.
തിരുമേനി മോളെവിടെ? അകത്തുണ്ട്, ചെന്നോളൂ. ശരി, വാ. ഓ, എല്ലായിടത്തും വരും നാശം. ഇവരില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ചടങ്ങൊന്നും നടക്കില്ലായിരുന്നു. ഏട്ടത്തി, ആരുടെയും വരവും പോക്കൊന്നും ഏട്ടത്തി കാര്യമാക്കണ്ട. ഏട്ടത്തിക്ക് പറയാനുള്ളത് പറയണം കേട്ടോ. മോളെ, മോളിപ്പോ ഫിദ മാഡത്തിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് ഫിദ മാഡം കൂടി വേണ്ടതല്ലേ? ഞാൻ വന്നല്ലോ. സോറി മാഡം, ഞാൻ വിളിക്കാൻ. അയ്യോ, അതിന് സോറി ഒന്നും പറയണ്ട. അമ്മയും മോളും തമ്മിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അല്ലേ യശോദ? മോളെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വാ. വാ മോളെ. അത്ര നാണൊന്നും വേണ്ട കേട്ടോ. രണ്ടുപേരുടെ ഇഷ്ടം എല്ലാരും അറിഞ്ഞിട്ടായി തീരുമാനം. നേരെ നോക്കിക്കോ. മക്കളെ, ഏറ്റവും കരുതലോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ചില വീഴ്ചകൾ വന്നു. വീഴ്ചകൾ വന്നാൽ അത് തിരുത്തുക എന്നതാണല്ലോ ധർമ്മം. വരുണ്ടൻ രാധികയുടെയും വിവാഹം ഒരു വിവാഹത്തിന്റെ എല്ലാ രീതികളും ഉൾക്കൊള്ളുന്നതാവണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് വേണമെന്ന് അച്ഛൻ പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. വരുണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ?